നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ളത് കേരളത്തിലെ 18 ക്രിസ്ത്യൻ സഭകളുടെ കൂട്ടായ്മയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ വൈസ് പ്രസിഡന്റ് ഷിബി പീറ്റർ ആണ്. ഇതിൽ YMCA, YWCA തുടങ്ങിയ 21 ക്രൈസ്തവ സംഘടനകളും ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്നതാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു 19% വരും ക്രിസ്ത്യാനികൾ. ഏകദേശം 60 ലക്ഷം പേരൊക്കെ ഉണ്ട്. അതിൽ ഭൂരിഭാഗവും സീറോ മലബാർ ലത്തീൻ കത്തോലിക്കരാണെന്നാണ് നമ്മൾ കരുതുന്നത്. ബാക്കി ഒരു 30 ലക്ഷത്തോളമൊക്കെ വരുന്ന ഓർത്തഡോക്സ്, യാക്കോബായ, പിന്നെ മാർത്തോമ സഭകൾ, CSI, സാൽവേഷൻ ആർമി, ബിലീവേഴ്സ് ചർച്ച് തുടങ്ങിയ സഭകളൊക്കെ ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഭാഗമാണ്. നമ്മളൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഒക്കെ ആരോപിച്ച് ഇപ്പൊ ഛത്തീസ്ഗഡിലെ മലയാളികളായ 2 കന്യാസ്ത്രീകൾ, വന്ദന, പ്രീതി എന്നിവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സീറോ മലബാർ സഭ മനോരമയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടത്, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് കേക്കാണ് കിട്ടുന്നത്, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ കൈവിലങ്ങാണെന്നാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 2.3% മാത്രമാണ് ക്രിസ്ത്യാനികൾ. എന്നാൽ കേരളത്തിനെ സംബന്ധിച്ചാണ് ഈ 19%. അതുകൊണ്ടാണോ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കേക്ക് കിട്ടുന്നത്? രാജ്യത്തിന്റെ ഒരു കണക്കെടുത്താൽ വളരെ ചെറുത്, അവർക്ക് ഒരു ബാർഗൈനിങ് പവർ ഒക്കെ കുറവായതുകൊണ്ടാണോ? ഈ പ്രസ്താവന എങ്ങനെയാണ് ഷിബി പീറ്റർ കാണുന്നത്? നമ്മൾ അതിന്റെ ഒരു ആദ്യം നമസ്കാരം സുനിത. ഈ ഒരു പ്രസ്താവനയോട് ഒറ്റ വാക്കിൽ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു നിരീക്ഷണമായിട്ട് തോന്നാം. എന്നാൽ അതിനെ അല്പം കൂടെ വിശദമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുവാണെങ്കിൽ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ അജണ്ടകളും സഭയുടെ തന്നെ താല്പര്യങ്ങളും വെളിപ്പെട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ 1968 തന്നെ ആന്റി കൺവേർഷൻ ലോ, എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ ആദ്യമായി ആന്റി കൺവേർഷൻ ലോ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇപ്പോൾ അത് പുതിയ സംഭവമല്ല. നമ്മുടെ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം ജൂലൈ 25-ന് ഈ ഒരു സംഭവം ഉണ്ടായി. എല്ലാ ജനാധിപത്യ വിശ്വാസികളും അല്ലെങ്കിൽ മതഭേദമന്യേ അപലപിക്കുകയുണ്ട്. എത്രയോ വർഷമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് തുടർന്നു വരുന്ന ആക്രമണ പരമ്പരയുടെ ഒരു അവസാനത്തെ എപ്പിസോഡ് മാത്രമാണ്. അപ്പോൾ അതിനെ കത്തോലിക്ക സഭ ഇത്ര വൈകിയാണെങ്കിലും ഈ ഒരു കേക്ക് കഷ്ണത്തിന്റെ ഉപമയിലൂടെ റിയലൈസ് ചെയ്ത് അതിന്റെ CBCയുടെ പത്രക്കുറിപ്പും വന്നിരുന്നു ഇതിനെ അപലപിച്ചുകൊണ്ട്. പക്ഷേ ഈ ഒരു ആക്രമണ പരമ്പരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജവും വളവും നൽകുന്നതിൽ സഭകൾ ഉൾപ്പെടെയുള്ള മതങ്ങൾ നൽകിയിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി നമ്മൾ വിമർശന വിധേയമായിട്ട് കാണണം. സുനിത പറഞ്ഞ ഒരു നിരീക്ഷണം വളരെ ശരിയാണ്. കാരണം ഇന്ത്യയുടെ ലാർജർ ഒരു പിക്ചറിനകത്ത് 2.3% ക്രൈസ്തവർ, ഏകദേശം 27 മില്യൺ ക്രൈസ്തവരാണെന്നാണ് കരുതപ്പെടുന്നത് ഔദ്യോഗിക രേഖകൾ പ്രകാരം. കേരളത്തിൽ അത് 18 അല്ലെങ്കിൽ 19% നമുക്ക് കരുതാം. എന്നാൽ ഈ ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള ക്രൈസ്തവർ, അത് കത്തോലിക്ക സഭയുടെ മാത്രമല്ല, CBCയുടെയും നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ്, പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ പൊതുവേദിയായ NCCയുടെയും എല്ലാം കണക്ക് പ്രകാരം, ഞാൻ ഈ കണക്കിനെ ഉദ്ധരിക്കുന്നത് ഔദ്യോഗികമായി 2013-ൽ അവർ സുപ്രീം കോടതിക്ക് ഈ 2 ബോഡീസും ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിരുന്നു ഒരു കേസുമായി സംബന്ധിച്ച്. അപ്പൊ അതിനകത്ത് അവർ തന്നെ പറയുന്നത് ഈ ഇന്ത്യയുടെ ക്രൈസ്തവ ജനസംഖ്യയുടെ 70%, അതിനുള്ളിലെ 70%, ഏകദേശം 20 മില്യൺ വരും ദലിത് വിഭാഗക്കാരും ആദിവാസികളുമാണെന്നുള്ള ഒരു കണക്കും കൂടെ ഉണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ ക്രൈസ്തവ ജനസംഖ്യയുടെ മൃഗീയ ഭൂരിപക്ഷം എന്ന് നമുക്ക് പറയാവുന്നത് പിന്നോക്ക ദലിത് ആദിവാസി വിഭാഗമാണ് എന്നുള്ള വസ്തുത നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് വരുമ്പോൾ, കേരളത്തിന്റെ 19%-നകത്ത് കേരളത്തിൽ ക്രൈസ്തവ സമൂഹം ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയാണ്. അതിൽ തന്നെ ഒരു ലാർജ് ഷെയർ അവകാശപ്പെടുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനകത്തെ ചില പ്രബല വിഭാഗങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പം സുറിയാനി ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രബല വിഭാഗമാണെന്നുള്ള വാദമുണ്ട്. എന്നാൽ കേരളത്തിന്റെ ക്രൈസ്തവ ജനസംഖ്യയിലും വലിയൊരു ശതമാനം പിന്നോക്ക ദലിത് ആദിവാസി ക്രൈസ്തവരുണ്ട്. ഞാൻ ആ വിഷയത്തിലോട്ട് പിന്നെ വരാം. സുനിത ചോദിച്ചതുപോലെ, എന്നാൽ ദേശീയ തലത്തിൽ ക്രൈസ്തവ സമൂഹം 70% വരുന്ന ഈ വലിയൊരു പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഒരു ലാർജർ കമ്മ്യൂണിറ്റി, മൈനോറിറ്റി എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സഭയും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ ക്രൈസ്തവ സഭ ദേശീയ തലത്തിലുള്ള ക്രൈസ്തവരുടെ ഈ വരുന്ന ലാർജർ കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനകത്ത് എടുക്കുന്ന നിലപാട് ഏറെ സംശയകരമാണ്. ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ മാത്രമാണ് അത് വരുന്നത്, പ്രത്യേകിച്ച് കന്യാസ്ത്രീമാർ, വൈദികരൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ. എന്നാൽ അനുദിനം
അനുദിനം എത്രയോ ആയിരക്കണക്കിന് സാധാരണ വിശ്വാസികളാണ് ആക്രമിക്കപ്പെടുന്നത്. അതുകൊണ്ട് സുനിതയുടെ നിരീക്ഷണം ശരിയായി വരുന്നത് ആണ്, സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികളുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇവിടെ അവർ കേക്കായിട്ട് ക്രൈസ്തവർക്ക് നൽകുന്നുണ്ട്. മറുവശത്ത് ലക്ഷോപലക്ഷം ആളുകൾ അനുദിനം ആക്രമിക്കപ്പെടുമ്പോൾ അതിനകത്ത് സഭയുടെ ഒരു നിശബ്ദതയും നമ്മൾ കാണാതിരുന്നു കൂടാ. ഇപ്പൊ കേരളത്തിലെ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്നവരാണല്ലോ ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരുപാട് അച്ഛന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഫേസ് ആയിട്ട് മാധ്യമങ്ങളിലൊക്കെ സ്ഥിരം വരുന്നവരാണ്. പക്ഷെ അവർ ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കന്യാസ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ സുവിശേഷ പ്രചാരകർക്കെതിരായത് കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഛത്തീസ്ഗഡിലുണ്ടായിട്ട് പലതരത്തിലുള്ള ഭീകര സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സീരിയസ് ആയിട്ടൊരു റെസ്പോൺസ് ഈ 2 കത്തോലിക്ക കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്നാ വിചാരിക്കുന്നത്? അവർ കത്തോലിക്കരായതുകൊണ്ടാണോ ഇപ്പൊ ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റിയത്? എന്താണ് ആ സാഹചര്യം? നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സമീപകാല ഉദാഹരണമായിരുന്നല്ലോ 2007 2008 കാലഘട്ടത്തിലെ ഖണ്ഡമാൽ കലാപം. അന്ന് 100 പേരാണ് അതിനകത്ത് വിശ്വാസികളാണ് കൊല ചെയ്യപ്പെട്ടത്. 45 സ്ത്രീകളാണ് ലൈംഗികമായിട്ട് അക്രമത്തിന് ഇരയായത്. ഏകദേശം 350ഓളം പള്ളികളാണ് കത്തിച്ചാമ്പലാക്കപ്പെട്ടത്. 6500ഓളം വീടുകൾ കത്തിച്ചാമ്പലാക്കപ്പെട്ടു. കണക്കുകൾ ഔദ്യോഗിക രേഖകൾ പ്രകാരം 75,000 പേരാണ് ആ പ്രദേശത്തു നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്. കന്ധമാലിന്റെ ഒരു സാഹചര്യം നമ്മുടെ ഇപ്പോഴും നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടായ വിഷയത്തിന്റെ പശ്ചാത്തലം കന്ധമാലിന്റെ റിപ്പോർട്ടുകളും വിഷയങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2016 അതുമായി ബന്ധപ്പെട്ട ഏകദേശം 350ഓളം കേസുകളാണ് ഒരു അന്വേഷണവും ഇല്ലാതെ ക്ലോസ് ചെയ്യപ്പെട്ടത്. ഇപ്പോഴും അതിന്റെ വിക്ടിംസ്, ഞാൻ കന്ധമാല ഒരു 3 വർഷം മുമ്പ് സന്ദർശിച്ച ആളാണ്. അപ്പോൾ ഇപ്പോഴും അതിന്റെ കലാപത്തിന്റെ കെടുതികൾ, പലായനത്തിന്റെ കെടുതികൾ ഇപ്പോഴും കേസുകളും മറ്റു പ്രയാസങ്ങളുമായിട്ട് ആ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അത് വീണ്ടും ഉയർന്നു വരുന്നത് സുനിത സൂചിപ്പിച്ചതുപോലെ കന്യാസ്ത്രീമാർക്കെതിരെയോ വൈദികർക്കെതിരെയുള്ള ഇത്തരം സംഭവങ്ങൾ വരുന്ന സമയത്താണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ സഭയുടെ പ്രവർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ ഒരു മെത്രാന്മാർക്കെതിരെയും യാതൊരു വിധമായ ആക്രമണങ്ങളും ഉണ്ടാകുന്നില്ല. ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് മുഴുവനും ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ വില്ലേജുകളിൽ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്കെതിരെയാണ്. അത് കന്യാസ്ത്രീമാരാണെങ്കിലും പാസ്റ്റർമാരാണെങ്കിലും ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലെയുള്ള വൈദികർക്കാണെങ്കിലും ഇത് നേരിടേണ്ടി വരുന്നുണ്ട്. എന്താണ് ഇതിന്റെ പ്രശ്നം? കാരണം നമുക്കറിയാമല്ലോ, മതത്തിന്റെ പേരിലാണ് ആക്രമണം വരുന്നതെങ്കിൽ, ക്രൈസ്തവ മതത്തിന്റെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളിലും ഡയോസിസുകളുണ്ട്. അത് കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല എല്ലാ സഭകൾക്കും ബിഷപ്പുമാരുണ്ട്, അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവർക്കാർക്കും നേരെ ആക്രമണം ഉണ്ടാകുന്നില്ല. മറിച്ച് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന മിഷണറി പ്രവർത്തകർക്കാണ് ഇതുണ്ടാകുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ആതുര സേവനം നടത്തുന്ന ആളുകൾ, ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെയാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത്. അതുകൊണ്ട് സഭ എടുക്കുന്ന കന്യാസ്ത്രീമാർ വൈദികർ എന്നുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിന്റെ ഒരു എക്ലേസിയാസ്റ്റിക്കൽ പൊസിഷനാണ്. എക്ലേസിയാസ്റ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അധികാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ കീഴിൽ, അതിന്റെ ഒരു ഹൈറാർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ തൊഴിൽ വിഭാഗത്തിന് നേരിടുന്ന ഒരു ആക്രമണം എന്ന നിലയിലാണ്. ഞാനത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. എന്നാൽ സഭയ്ക്ക് മറ്റൊരു തലമുണ്ട്, അത് അതിന്റെ എക്ലേസിയാണ്. എക്ലേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറാർക്കി ഒന്നും അല്ലാതെ അതിന്റെ വിശ്വാസ സമൂഹമാണ്. അതിനകത്ത് തൊഴിലാളികൾ, ദരിദ്രർ, പാസ്റ്റർമാർ, അതിന്റെ പലതരത്തിലുള്ള അവാന്തര വിഭാഗങ്ങൾ പെടും. ഇത്തരം മനുഷ്യർ നേരിടുന്ന അനുദിന ആക്രമണങ്ങൾ, അവർക്കെതിരെയുള്ള വയലൻസുകൾ, സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് ആദിവാസി, ദലിത്, ക്രൈസ്തവ സ്ത്രീകൾക്കെതിരെ നേരിടുന്ന ആക്രമണങ്ങൾ, ഇവയൊക്കെയാണ് വാസ്തവത്തിൽ ഇന്നത്തെ സമകാല ഇന്ത്യയുടെ യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് അനുദിനം പ്രസ്താവനകൾ പുറപ്പെടുവിക്കേണ്ടി വരും. 5 or 6 വർഷം കൂടിയിരിക്കുമ്പോഴല്ല, അനുദിനം സഭയ്ക്ക് പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ഒരുപക്ഷെ നമ്മുടെ ഹിന്ദുത്വ ദേശീയതയ്ക്കെതിരെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നയിക്കേണ്ട ഒരു പൊസിഷൻ സഭയ്ക്ക് വേണ്ടി വരും. നിർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല. സംഭവിക്കാത്തതിന്റെ കാരണം സഭ കാരണം സഭയ്ക്ക് അതിന്റെ തൊഴിൽ വിഭാഗം എന്ന നിലയിലോ അതിന്റെ ഹൈറാർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺഫ്ലിക്റ്റോ ചലഞ്ചോ വരുമ്പോൾ മാത്രമേ അവർക്ക് നിലപാട് പറയേണ്ടി വരുന്നുള്ളൂ.
ഞാൻ അതിന്റെ കാരണം ആദ്യം സൂചിപ്പിച്ചല്ലോ. കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള സഭകളുടെ ലാർജർ പോർഷൻ ഷെയർ ചെയ്യുന്നത് പിന്നോക്ക ദലിതാദിവാസി ക്രൈസ്തവരാണ്. ആ ജനങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെ സഭ നിശബ്ദത പാലിക്കുകയല്ലേ. ഒരുപാട് ഇതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് 2017 സമാനമായ പ്രശ്നമുണ്ടായല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിസ്റ്റർ ബീനയ്ക്കെതിരെ മധ്യപ്രദേശിൽ ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ പെൺകുട്ടികളുമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ബജറംഗ് ദളിന്റെ ആക്രമണത്തിന് ഇരയായി. 2019 സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതേ ഛത്തീസ്ഗഡിൽ തന്നെ. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ പ്രസ്താവനകൾ വരുന്നുണ്ട്. എന്നാൽ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷം, ക്രൈസ്തവ ന്യൂനപക്ഷം എന്ന് പറയുന്നത് 27 മില്യൺ വരുന്ന, അതിൽ 20 മില്യൺ ജനവിഭാഗങ്ങളും, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്ന പിന്നോക്ക ദലിത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ അനുദിന ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രയാസങ്ങളോട് എന്തുകൊണ്ടാണ് സഭ നിശബ്ദത പാലിക്കുന്നത്? അങ്ങനെ സഭ ആ പ്രശ്നം കൂടി ലാർജർ, ഞാൻ ആദ്യം സൂചിപ്പിച്ച എക്ലേഷ്യ, അതിന്റെ വിശ്വാസ സമൂഹത്തെ ശരിയായി റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മതേതര പുരോഗമന ചേരികളോടൊപ്പം ഈ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം, രാപ്പകൽ സന്ധിയില്ലാതെ സമരം ചെയ്യേണ്ടത് കേരളത്തിലെ ക്രൈസ്തവ സഭ ആയിരിക്കണം. അത് അല്ലാത്ത പക്ഷം ഒരു എക്ലേസിയാസ്റ്റിക്കൽ ചലഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമാണ് സഭ പ്രസ്താവന പുറപ്പെടുവിക്കുന്നതെങ്കിൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ താല്പര്യം മാത്രമാണ്. ഞാൻ അതുകൊണ്ട് CBCയുടെ പ്രസ്താവനയെ വിശാലമായ അർത്ഥത്തിൽ, അവർക്ക് അങ്ങനെ ഒരു വെളിപാട് ഉണ്ടാകുന്നതിനെ വിശാലമായ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുമ്പോഴും അതിന്റെ യഥാർത്ഥമായിട്ടുള്ള സാഹചര്യത്തെ ഇപ്പോഴും ആ പ്രസ്താവന അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ള ഒരു പൊസിഷനിൽ നിലനിൽക്കുന്നു. ഈ ഒരു സംഭവം ചിലപ്പോ അത്തരം കണ്ണ് തുറപ്പിക്കാൻ ഇടയാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പൊ മതപരിവർത്തനാണ് സംഘപരിവാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. തനിക്ക് ഇഷ്ടമുള്ള ഏത് മതം പ്രാക്ടീസ് ചെയ്യാനോ മതം മാറാനോ പ്രചരിപ്പിക്കാനോ ഒക്കെ നമ്മുടെ ഭരണഘടന നമുക്ക് അനുവാദം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം തടയാനുള്ള നിയമം പല സ്റ്റേറ്റുകളിലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പൊ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഒഡീസ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഒരുപാട് കേസുകൾ ഇതിന്റെ പേരിൽ വരുന്നുണ്ട്. സംഘപരിവാർ മതപരിവർത്തനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഷിബി പീറ്റർ മതപരിവർത്തനത്തെ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ്ത്യൻ സഭകൾ ഈ മതപരിവർത്തനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ സമീപകാലത്ത് ഈ മതപരിവർത്തനം എന്ന് പറയുന്ന വാക്കിനെ സംബന്ധിച്ച് നിരവധിയായ ചർച്ചകളുണ്ട്. അതിനൊരു ഒരുപക്ഷെ ക്രിസ്ത്യൻ അക്കാഡമിയിൽ അല്ലെങ്കിൽ ഒരു കേരളത്തിന്റെ തന്നെ സോഷ്യൽ ഹിസ്റ്ററിയിൽ കൺവേർഷൻ എന്ന വാക്ക് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരികയും അതിന് പല ഡിബേറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ അറിവില് ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ കൂടിയായ നമ്മുടെ പ്രൊഫസർ TM യേശുദാസൻ സാറ് ആദ്യം ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അദ്ദേഹത്തിന്റെ ബുക്ക് ബലിയാടുകളുടെ വംശാവലി എന്ന ബുക്ക് 2010 ഇന്ത്യ ടുഡേയുടെ ഏറ്റവും മികച്ച ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം നേടിയൊരു ഗ്രന്ഥം കൂടിയാണ്. അപ്പൊ അദ്ദേഹം മതാരോഹണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, മതപരിവർത്തനമല്ല. ഈ മതം പരിവർത്തനം ചെയ്യണമെങ്കിൽ മതം പരിവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മുൻപ് ഒരു മതം വേണം. നിങ്ങൾ ഒരു മതത്തിൽ നിന്നാണ് മറ്റൊരു മതത്തിലോട്ട് പോകേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയില് ഞാൻ ആദ്യം സൂചിപ്പിച്ച ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ, ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ദലിതരായിട്ടുള്ള ആളുകൾ, അവർ ഏത് മതത്തിൽ നിന്നാണ് പരിവർത്തനം ചെയ്യേണ്ടത്? അവരെ ഒരു ഹിന്ദുക്കളായിട്ട് കാണുന്നില്ലല്ലോ. ഇവിടുത്തെ സംഘപരിവാറോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉയർന്ന ജാതിക്കാരോ അത്തരം നരേറ്റീവ്സോ ഇതിനകത്ത് അവര് ഔട്ട്കാസ്റ്റുകളല്ലേ. ഹിസ്റ്റോറിക്കലി അവർ ഔട്ട്കാസ്റ്റുകളല്ലേ. അവർ ഹിന്ദുമതത്തിന്റെ ഭാഗമല്ലല്ലോ. ഹിന്ദുമതത്തിന്റെ ഭാഗമല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ആ ഹിന്ദുമതം വിടാനായിട്ട് സാധിക്കുക? അപ്പൊ അതുകൊണ്ട് അത് അവർ തന്നെ പറയട്ടെ ഇവർ ഹിന്ദുമതത്തിന്റെ ഏത് ഭാഗത്തായിട്ട് വരും എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് മതമില്ല. ഒരർത്ഥത്തിൽ അവരുടെ തന്നെയുള്ള പരമ്പരാഗതമായിട്ടുള്ള മതമില്ലെന്നല്ല ഞാൻ പറഞ്ഞു, പരമ്പരാഗതമായിട്ടുള്ള ഒരു ഉദാഹരണത്തിന് ദ്രവീഡിയനായിട്ടുള്ള അവരുടെ മതസങ്കല്പങ്ങൾ അല്ലെങ്കിൽ അവരുടെ മറ്റ് പൂർവികരെ ആരാധിക്കുന്ന കാര്യങ്ങൾ അവരുടെ തന്നെ, ഇപ്പൊ ഉദാഹരണത്തിന് ട്രൈബൽ വിഭാഗങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു ഗോത്രപരമായിട്ടുള്ള അവരുടെ സംസ്കാരം, ആരാധനാ രീതികൾ, അങ്ങനെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ റിലീജിയസ് കൾട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദലിതരും ആദിവാസികളും വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമതമോ ഇസ്ലാം മതമോ സ്വീകരിക്കുക അല്ലെങ്കിൽ ബുദ്ധമതമോ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് മതസ്വീകാരമാണ്. അവർ മതാരോഹണമാണ് നടത്തുന്നത്. അത് മതപരിവർത്തനമല്ല. നമ്മളെ മതപരിവർത്തനം എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികളുടെ, ഹിന്ദുത്വ ദേശീയതയുടെ ആഖ്യാനത്തിന് നമ്മൾ തന്നെ ഒരു സാധൂകരണം നൽകുകയാണ്. അതുകൊണ്ട് തുടർന്നുള്ള ചർച്ചയിൽ നമുക്ക് മതാരോഹണം എന്ന് ഉപയോഗിക്കുന്ന ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ദളിതരും ആദിവാസികളും ഹരിജൻ ഇവരെല്ലാം
ഒരു ബേസിക് പ്രാക്ടീസ് ഒക്കെ ഉള്ള ആളുകളാണല്ലോ. അതൊരു ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ തന്നെയാണ്. പിന്നെ അവരുടെ രജിസ്റ്ററുകളിലും രേഖകളിലും അവർ ഹിന്ദു എന്നല്ലേ രേഖപ്പെടുത്തുന്നത്? അതെ, തീർച്ചയായിട്ടും. അതിന്റെ നമുക്കറിയാമല്ലോ, അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 1936 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്ന സമയത്താണല്ലോ നമ്മുടെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതും അവർക്ക് വേണ്ട പ്രിവിലേജുകൾ നൽകുന്നതും. അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ട്. അത് സ്റ്റേറ്റിന്റെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രിവിലേജുമായിട്ട് ബന്ധപ്പെട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ലിസ്റ്റ് വരുന്നു. അപ്പോൾ ഈ ജാതികളെല്ലാം ചേരുന്നു. അപ്പോൾ അതിനെയാണ് പിൽക്കാലത്ത് നമ്മൾ ഒരു ഹിന്ദു ഐഡന്റിറ്റിയിലോട്ട് പൂർണ്ണമായിട്ടും ഇപ്പം നമുക്ക് തന്നെ അറിയാലോ, ചില സന്ദർഭങ്ങളിൽ ഇവർ പറയുന്നത് ഹിന്ദു ഒരു മതമല്ല സംസ്കാരമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ വിശാലമായ ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം എന്നൊക്കെ പറയാവുന്ന അതിന്റെ ഉള്ളിൽ വരുന്ന വിഭാഗങ്ങളാണ്. ഹിന്ദു മതം എന്ന നിലയിൽ ഏതെങ്കിലും ഗോത്ര വിഭാഗങ്ങളോ അല്ലെങ്കിൽ ദലിതരുടെ സാംസ്കാരികോ സംഗതികളോ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ സ്റ്റേറ്റിന്റെ ഒരു പ്രിവിലേജിനകത്ത്, അതിന്റെ ഒരു സംവിധാനത്തിനകത്ത് പട്ടികജാതി പട്ടികവർഗം എന്നുള്ള സംഗതികൾ പറയുന്നുണ്ട്. അതിന് സ്റ്റേറ്റ് നൽകുന്നത് അവർ ഹിന്ദു മതത്തിന്റെ ഭാഗം ആകണമെന്നാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ PRDS എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പൊയ്കയിൽ കുമാരഗുരുദേവന്റേത്. അവർക്ക് പട്ടികജാതി പദവിയുണ്ട്, SC പദവിയുണ്ട്. എന്നാൽ അവര് ഹിന്ദുമതത്തിന്റെ ഭാഗമല്ലല്ലോ. ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നല്ലോ പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്ന് പറയുന്നത്. അവര് ഹിന്ദുമതത്തിന്റെ വെളിയിൽ പോയി വന്നിട്ടുള്ള ആളുകൾ ആണ്. അപ്പൊ അവർക്ക് പട്ടികജാതി പദവി ഉണ്ടെന്ന് കരുതി അവരെ എങ്ങനെയാണ് ഹിന്ദുമതമാകുന്നത്? മറ്റൊരു വലിയ ഉദാഹരണമുണ്ടല്ലോ, ബുദ്ധിസ്റ്റുകൾ. ഇന്ത്യയിലെ ബുദ്ധിസ്റ്റുകൾക്ക് പട്ടികജാതി പദവി ഉണ്ടല്ലോ, അവർ ഹിന്ദുമതത്തിന്റെ ഭാഗമാണ് അല്ല. അപ്പൊ അതുകൊണ്ട് SC/ST പദവി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവർ ഹിന്ദുമതത്തിന്റെ ഭാഗമാവുന്നില്ല. ഈ ഇങ്ങനെ ഒരു പുതിയ വെളിപാട് ദർശനം ലഭിച്ചിട്ടുള്ള എല്ലാ പിന്നോക്ക ദളിത് ആദിവാസി പ്രസ്ഥാനങ്ങളും ഹിന്ദുമതത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടി, നമ്മൾ പട്ടികജാതി മാത്രമല്ല, ഇപ്പൊ ST ഷെഡ്യൂൾഡ് ട്രൈബ് ക്രൈസ്തവ വിഭാഗത്തിലില്ലേ? കേരളത്തിൽ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയിട്ടുള്ള ക്രൈസ്തവ വിഭാഗമുണ്ട്. നോർത്ത് ഈസ്റ്റ് നമുക്കുണ്ട്. ഇപ്പൊ ഈ ഛത്തീസ്ഗഡിൽ തന്നെ ഉള്ളവർക്ക് മതപരിവർത്തനം, അത് SC പദവി മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ, ദലിതരുടെ പദവി മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. ഈ SC അവര് കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോയാൽ, പറഞ്ഞാൽ സോ കോൾഡ് ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോയാൽ. പക്ഷെ ആദിവാസികൾക്ക് അത് നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ക്രൈസ്തവരായിട്ടുള്ള എല്ലാ ആദിവാസികളും ST പദവി ഉള്ളവരാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഹിന്ദുമതത്തെ സംബന്ധിച്ച ഒരു നിർവചനം ഈ പറയുന്ന പ്രിവിലേജിൽ വരുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവരാരും ആ ഒരു ഹിന്ദുമതത്തിന്റെ ഇതാണ്, ആ ഒരു റിലീജിയോസിറ്റിക്കകത്ത് നിൽക്കുന്ന ആളുകളാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ എന്താ പറയുന്നത്? സുനിത ചോദ്യം അല്ല, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവരും ഒരു ഗതിയും ഇല്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരൊക്കെ മതാരോഹണം നടത്തി അവർ കുറച്ചും കൂടെ സമാധാനമായി ജീവിച്ചോട്ടെ എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഇതിനകത്ത് ഒരു ഞാൻ സുനിത ചോദിച്ച പ്രധാന ചോദ്യത്തിലോട്ട് എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. അതായത് ഈ മതാരോഹണം എന്ന് പറയും, മതപരിവർത്തനത്തിൽ നിന്ന് മതാരോഹണത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിനകത്തൊരു ഏജൻസി ഉണ്ട്. മതത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതും മതത്തെ നിഷേധിക്കേണ്ടതും അത് അവരവരുടെ കാര്യമാണ്, വ്യക്തികളുടെ കാര്യമാണ്. ചില സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാസ് കൺവേർഷൻ നടത്തിയിട്ടുണ്ട്, കമ്മ്യൂണിറ്റികൾ നടത്തിയിട്ടുണ്ട്. അത് ആ കമ്മ്യൂണിറ്റിയുടെ ഡിസിഷനാണ്. അത് ഒരു ക്രൈസ്തവ മിഷണറിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാം പണ്ഡിതനോ അത് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ നിയമത്തിന് എതിരുമാണ്. ഞാൻ ഈ നിർബന്ധിത മതപരിവർത്തനം ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അതെങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കാരണം അതല്ലെങ്കിൽ അതിന് വിധേയപ്പെടുന്ന ആള് ആ ഒരു ഏജൻസി തന്നെ ഇല്ലാത്ത ആളായിരിക്കും. കാരണം ഏത് കാര്യത്തിലും കാരണം നമ്മൾ അപ്പോൾ ആക്ഷേപിക്കുന്നത് എന്ത്, ഇവിടുത്തെ പിന്നോക്ക ദളിത് ആദിവാസി ജനതയ്ക്ക് ഏജൻസി ഇല്ലാതെന്നാണ്, അവർക്ക് ചോയ്സുകൾ ഇല്ലെന്നാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ചോയ്സ് ഉള്ളത്. അവർക്ക് ഇവിടുത്തെ ഏത് മതത്തെക്കാളും സമ്പന്നമായ ഒരു അറിവും ധാരണയും വിജ്ഞാനമുള്ള ജനവിഭാഗങ്ങളാണ്. അവരിൽ നിന്ന് ആ വിജ്ഞാനത്തെയും ഏജൻസിയും റദ്ദ് ചെയ്ത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവരെ ഫോഴ്സ് ചെയ്യുന്നെന്ന് മനസ്സിലാക്കുന്നത്. അത് അവരുടെ ചോയ്സ് ആണ്. സുനിത ചോദിച്ച ഒരു ചെറിയൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ രോഗങ്ങൾ അല്ലെങ്കിൽ ദുരിതം അല്ലെങ്കിൽ ദാരിദ്ര്യം, അത്തരം വൈകാരിക അവസ്ഥകളെ മുതലെടുത്തുകൊണ്ട് മതപരിവർത്തനം നടക്കുന്നുണ്ടോ?
അത് നമ്മുടെ മുന്നിൽ അത്രയും ഡേറ്റകൾ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പരിശോധിക്കാം, അന്വേഷണങ്ങൾ അത് നടക്കട്ടെ, അതെല്ലാം സ്വാഗതം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് മതത്തിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഏത് കാര്യത്തിൽ ഇപ്പൊ നിർബന്ധിത വേല ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നിർബന്ധിച്ച മറ്റൊരു ഏത് ഒരു മേഖലയിലാണെങ്കിൽ ചെയ്യിക്കുന്നത്, അത് ശരിക്കും കുറ്റകരമായ ഒരു ജനാധിപത്യ രാജ്യത്തിന് അനുചിതമായ ഘടകം തന്നെയാണ്. അങ്ങനെ മതപരിവർത്തനത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അന്വേഷണങ്ങൾ നടക്കട്ടെ, അത് വിചാരണ ചെയ്യപ്പെട്ടെ, കുറ്റക്കാർക്കെതിരെ ശിക്ഷ ഉണ്ടാവട്ടെ. എന്നാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഈ സമീപകാലത്തുണ്ടായ ഒരു പ്രതിഭാസമല്ല. അത് 1960-കളിലും 50-കളിലും ഉണ്ടായ സംഗതികളല്ല. നമ്മൾക്കൊന്ന് ഇച്ചിരി കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പ്രൊട്ടസ്റ്റന്റ് മിഷൻ ആരംഭിക്കുന്നത് തന്നെ ഏകദേശം കത്തോലിക്ക മിഷൻ തന്നെ വരുന്നത് 16-ാം നൂറ്റാണ്ടിൽ തൊട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഒരു 18-ാം നൂറ്റാണ്ട്, 17-18 നൂറ്റാണ്ടുകളിൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബംഗാൾ റിഫർമേഷന്റെ പിന്നിലെ ചരിത്രം എന്താ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയല്ലേ ആദ്യമേ ഈ മതാരോഹണം നടത്തിയത്. അപ്പം അതായത് ബംഗാളിൽ ക്രൈസ്തവ, അതായത് നമ്മുടെ പാശ്ചാത്യ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ പാശ്ചാത്യ ചിന്തകളുമാണല്ലോ ഇന്ത്യയിലെ ഒരു നവോത്ഥാനത്തിന്, പ്രത്യേകിച്ച് ബംഗാൾ റിഫർമേഷന് കാരണമായത്. അതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിലെ കൽക്കട്ടയിലെ ബിഷപ്പ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്, വളരെ പുരാതനമായ പ്രശസ്തമായ. ബിഷപ്പ് കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പള് ഒരു ബ്രാഹ്മൺ സമുദായപ്പെട്ട ആളായിരുന്നു. അപ്പൊ മിഷണറിമാർ സ്ഥാപിച്ച സ്കൂളുകൾ, കോളേജുകൾ, ഇവിടെയെല്ലാം പഠിച്ചിട്ടുള്ള, അതിന്റെ പരിശീലനം നേടിയിട്ടുള്ള ഒരു ഹൈന്ദവ വിഭാഗത്തിന്റെ ഉയർന്ന വിഭാഗമാണ് വാസ്തവത്തിൽ ചരിത്രപരമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ബംഗാൾ റിഫർമേഷന്റെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ആ ബംഗാൾ റിഫർമേഷന്റെയും രാജ്യമെമ്പാടും നടന്നിട്ടുള്ള ഹൈന്ദവ നവീകരണ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യൻ ദേശീയത നിർമ്മിതിക്ക് തന്നെ കാരണമായത്, അല്ലെ? അങ്ങനെ വലിയ തോതിൽ ഇപ്പം മഹാത്മാഗാന്ധിയുടെ തന്നെ ഏറ്റവും അടുത്ത സ്നേഹിതനും ശിഷ്യനുമായിട്ടുള്ള CF ആൻഡ്രൂസ്, അദ്ദേഹം അതുപോലുള്ള നിരവധി മിഷണറി പ്രവർത്തകരും ഈ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ 1830-കളിലാണ് ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് തിരുനെൽവേലിയിലൊക്കെ പ്രൊട്ടസ്റ്റന്റ് മിഷണർമാർ, ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ മിഷണറി പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടുത്തെ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള ചാന്നാർ വിഭാഗത്തിലാണ് ആ കൺവേർഷൻ നടന്നിട്ട് അവരുടെ ഇടയിലെ പ്രവർത്തനം നടന്നത്. അതിന്റെ ഭാഗമായി ചാന്നാർ വിഭാഗത്തിൽ നിന്ന് ഒരു മാസ് മൂവ്മെന്റ് വരികയും അവര് മതാരോഹണം നടത്തുകയും ചെയ്തു. ഇന്ത്യയിലെ അത്തരത്തിൽ മതാരോഹണം നടത്തിയതിന്റെ ഏറ്റവും വലിയൊരു നേതാവായിരുന്നു ബിഷപ്പ് അസറിയ. പിൽക്കാലത്ത് അദ്ദേഹം, നമ്മുടെ അന്ന് മദ്രാസ് പ്രൊവിൻസ് ആണല്ലോ, ആ മദ്രാസ് പ്രൊവിൻസുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഹൈദരാബാദ് നിസാമിന്റെ ആ അധീനതയിൽ വരുന്ന ഡൊർണക്കൽ ഡയസിസിൽ അദ്ദേഹം നടത്തിയ കൺവേർഷൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ കൺവേർഷൻ. ഞാൻ സമീപകാലത്ത് അംബേദ്കറിന്റെ കൺവേർഷൻ ഇതിന്റെ കോൺടെസ്റ്റിൽ പറയുന്നു. അതിനും വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന്, ഏകദേശം 10 ലക്ഷത്തോളം ആളുകളാണ് അന്ന് ഈ മാലാമാദിക വിഭാഗത്തിൽ നിന്നും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും മതാരോഹണം നടത്തി ക്രിസ്തു മതത്തിൽ സ്വീകരിച്ചു. ഗാന്ധി പോലും അതിനെതിരായിരുന്നു. മഹാത്മാഗാന്ധി, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? അതാണ് നമ്മുടെ പോയിന്റ്. ഇവിടുത്തെ പ്രശ്നം മതപരിവർത്തനമല്ല, മതാരോഹണമല്ല ഇതിന്റെ ഇഷ്യൂ. അതായത് മിഷണറിമാർ നടത്തുന്നത്, ഇന്ത്യയിൽ നടത്തിയതുള്ളത് സാമൂഹിക പ്രവർത്തനമാണ്. അവർ നൽകിയത് എന്താ? വിദ്യാഭ്യാസം, അല്ലെ? സ്കൂളുകൾ തുടങ്ങി, അല്ലെങ്കിൽ ആതുര സേവനം നടത്തി. നമ്മുടെ വെല്ലൂർ CMC പോലെയുള്ള വലിയ ഹോസ്പിറ്റലുകൾ, ഇന്ത്യയിലെ പല വില്ലേജുകളും പ്രൊട്ടസ്റ്റന്റുകൾക്ക് മാത്രമായിട്ട് 252 ഹോസ്പിറ്റലുകളുണ്ട്. വില്ലേജുകളിൽ ചെന്നാൽ മതി, മിഷണറിമാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വില്ലേജുകൾ കേന്ദ്രീകരിച്ചുള്ള അവിടുത്തെ ജനങ്ങളെ ഇമാൻസിപ്പേറ്റ് ചെയ്തു. സോഷ്യൽ ഇമാൻസിപ്പേഷൻ ആണ് മിഷണറി പ്രവർത്തനത്തിലൂടെ സംഭവിക്കുന്നത്. പക്ഷെ സോഷ്യൽ ഇമാൻസിപ്പേഷൻ, നിങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവും ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഏജൻസി, തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവുകൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ശക്തിപ്പെടുമ്പോൾ ജാതിയും അല്ലെങ്കിൽ മതത്തിന്റെയും ജാതിയുടെയും കെട്ടുപാടുകളിൽ നിന്ന് നിങ്ങൾ സ്വയം വിമോചനാവാനാണ് ശ്രമിക്കുന്നത്. ആരും നിങ്ങളെ വിമോചിപ്പിക്കണ്ട. കേരളത്തിന്റെ സാഹചര്യം എന്തായിരുന്നു? അപ്പോൾ ജാതിയുടെയും മതത്തിന്റെയും അനാചാരങ്ങളുടെയും ഒരു സംവിധാനത്തിൽ നിന്ന്, ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ നിന്ന് നിങ്ങളെ സ്വയം വിമോചിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുകയാണ്. ഇത്രയും മിഷണ പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളൂ. എന്നാൽ മിഷണറിമാർ സ്ഥാപിച്ച സഭകൾ നമ്മുടെ കേരളത്തിൽ അടക്കമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. വൈക്കം സത്യാഗ്രഹം വളരെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഈഴവ വിഭാഗത്തിൽ നിന്ന് വലിയൊരു വിഭാഗം പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് ചേരാനായിട്ട് വന്നു, കത്തോലിക്ക സഭയിലോട്ടും ചേരാനായിട്ട് എത്തി. ഒരു CB കുഞ്ഞിരാമന്റെ ഒരു ചെറിയ ബുക്ക് തന്നെ, ഒരു ബുക്കിലെറ്റ് തന്നെ ആ സമയത്ത് ഇറങ്ങിയതാണല്ലോ, ഈഴവ മതപരിവർത്തന സംരംഭം. അത് പ്രിന്റ് ചെയ്യുന്നത് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കോട്ടയത്തെ CMS പ്രസിലാണ്.
എന്നാൽ അവരുടെ ആ മാസ് മൂവ്മെന്റ് മത സ്വീകാരത്തെ അന്നത്തെ മിഷണറി ബിഷപ്പ് ഗില്ല് അംഗീകരിക്കുകയുണ്ടായില്ല. കാരണം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ സഭയിലോട്ട് ചേരണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഫർമേഷൻ ഉണ്ടാവണം. അതൊരു മാസ് മൂവ്മെന്റ് ആയിട്ട് ചേരുന്ന സംഗതി, അത് നിങ്ങളുടെ വിശ്വാസപരമായ സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോസസ്സ് പല കാരണങ്ങളാൽ നടക്കാതെ പോയി. കാരണം സഭ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ല. അത് നിങ്ങൾക്കിപ്പം പള്ളിയിലോ അല്ലെങ്കിൽ വിശ്വാസത്തിലോ ചേർന്നു, അത് നിങ്ങളുടെ വിശ്വാസപരമായ ഒരു ചോയ്സ് ആണ്. അതിന് സഭയ്ക്കും പൊസിഷനുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രക്രിയകളുണ്ട്. ഇത് തന്നെയാണ് ബിഷപ്പ് പസേറിയെ പോലെയുള്ള തദ്ദേശീയ നേതാക്കളെടുത്ത നിലപാട്, ഇത് തന്നെയാണ് മിഷണറിമാരെടുത്ത നിലപാട്. എന്നാൽ ഈ മിഷണറി പ്രവർത്തനം അത് ക്രൈസ്തവർ മാത്രമല്ല, ഇസ്ലാം മതമോ അല്ലെങ്കിൽ പുരോഗമന ചേരിയിലുള്ള ലോകത്തെ വിമോചിപ്പിക്കണമെന്നല്ല, ആര് വിദ്യാഭ്യാസ പ്രവർത്തനം ചെയ്താലും ആളുകളുടെ സ്വതന്ത്രമായ ചിന്താഗതിയെ അത് ഉണർത്തും. അങ്ങനെ സ്വതന്ത്രമാവുന്ന മനുഷ്യർക്ക് ഈ ജാതിയുടെ മതത്തിന്റെ കെട്ടുപാടുകൾ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇല്ലാതായിട്ട് വരും. ആ ജാതിയുടെ മതത്തിന്റെയും കെട്ടുപാടുകളെ തകർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ, ഉപജീവനം നടത്തുന്ന ആളുകൾക്ക്, അത്തരം പരാന്നജീവികൾക്ക് അവരെ ആക്രമിക്കേണ്ടി വരും. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു വയലൻസിന്റെ രൂപീകരണമാണ്. അത് ജാതി വ്യവസ്ഥയെയും അല്ലെങ്കിൽ മതസങ്കുചിതത്തെയും അനാചാരങ്ങളെയും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഏതൊരു ശക്തികൾക്കും ഇത് അലോസരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ ഇത് വിശ്വാസപരമായ ഒരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ ഏകദേശം അതിന്റെ ഉത്തരം പറഞ്ഞു. ഇപ്പൊ സംഘപരിവാർ എങ്ങനെയാണ് മതപരിവർത്തനത്തെ കാണുന്നതെന്നും ക്രിസ്ത്യൻ സഭ എങ്ങനെയാ കാണുന്നതെന്നായിരുന്നു എന്റെ ആ ചോദ്യം. അതിന്റെ ഏകദേശം ഉത്തരാണിത്. ആ തരത്തിൽ തന്നെയല്ല വിചാരധാരയുടെ ഉള്ളടക്കം എന്തുവാ? നമ്മളിപ്പം പറയും കമ്മ്യൂണിസ്റ്റുകൾ, ഇസ്ലാം മതവിശ്വാസികൾ, ക്രൈസ്തവർ. എന്തുകൊണ്ടാണ് ഈ മൂന്ന് വിഭാഗങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? കാരണം ഈ മൂന്ന് ആശയപരമായി, ഐഡിയോളജിക്കലി ഓർ തിയോളജിക്കലി, ഈ മൂന്ന് വിഭാഗങ്ങളും അവർ റെപ്രസെന്റ് ചെയ്യുന്ന ദർശനമോ പ്രയോഗമോ കാസ്റ്റിസത്തെ ഓൺ ചെയ്യുന്നതല്ല. പിന്നീട് ഇവിടെ വന്ന് ഇതിനകത്തെല്ലാം കാസ്റ്റ് കയറി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷെ അത് ഓൺ ചെയ്യുന്ന ഒരു സംഭവമല്ല. ദർശനപരമായി, ഐഡിയോളജിക്കലി, തിയോളജിക്കലി കാസ്റ്റിനെ ഓൺ ചെയ്യുന്നില്ല. കാസ്റ്റിനെ ഓൺ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് മൂന്നും ശത്രുപക്ഷത്തോട്ട് സംഘപരിവാർ അല്ലെങ്കിൽ വിചാരധാര ഫ്രെയിം ചെയ്യുന്നത്. എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ കാസ്റ്റിനെ ഓൺ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? അല്ല, ക്രിസ്ത്യാനികൾ കാസ്റ്റിസം വലിയ തോതിൽ ക്രൈസ്തവ മതത്തിനകത്തുണ്ട്. ഞാൻ പറഞ്ഞത് ക്രിസ്തുമതത്തിനകത്ത് അതായത് ഇന്ത്യയിൽ ക്രിസ്തുമതം വരുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിന്റെ ഉദാഹരണം ഇച്ചിരി കൂടെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കേരളത്തിൽ പ്രധാനമായിട്ട് 3 മിഷണറി ഇതാ വരുന്നത്. അത് ഒന്ന് നമ്മുടെ തിരുവിതാംകൂർ കൊച്ചിൻ സ്വയം പ്രഖ്യാപിത ഹിന്ദു രാഷ്ട്രത്തിനകത്ത് CMSഉം LMSഉം വരുന്നത്. അതായത് ചർച്ച് മിഷൻ സൊസൈറ്റിയും ലണ്ടൻ മിഷൻ സൊസൈറ്റിയും. ബ്രിട്ടീഷ് മലബാറിലാണ് നമുക്ക് ബാസൽ മിഷന്റെ ഒരു പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ തദ്ദേശീയരായിരുന്ന ഒരു വിഭാഗം ഈ ക്രിസ്തുമതം സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം ഒരു വിഭാഗം ആണല്ലോ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗം. വാസ്തവത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ഇല്ല, അത് നമുക്ക് ഡിബേറ്റബിൾ ആണ്. ഈ സുറിയാനി കേരളത്തിന്റെ ഒരു ചരിത്രകാരന്മാരും അവരുടെ ദീർഘവർഷത്തെ പതിറ്റാണ്ട് കാലഘട്ടത്തിലെ അന്വേഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും ഭാഗമായിട്ട് കേരളത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് സ്ഥാപിക്കുന്നില്ല. AD 52 സെന്റ് തോമസ് ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മുടെ മുന്നിലുള്ള ഒരു ആധികാരിക രേഖ 827 തരിസാപ്പള്ളി ചേപ്പേട് മാത്രമാണ്. ഇതിന്റെ ഇടയ്ക്ക് 6 നൂറ്റാണ്ട് അവിടെ പോയി. അപ്പോൾ എല്ലാ പോർച്ചുഗീസുകാര് ഇവിടെ വരുമ്പോൾ, എന്നാൽ 8ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ക്രിസ്ത്യൻ പ്രസൻസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്, ഒരു സിറിയൻ പ്രസൻസ്. അപ്പൊ നമ്മുടെ കേരളത്തിന് അതിന്റെ വാണിജ്യം രംഗത്ത് മിഡിൽ ഈസ്റ്റിലെ ഒട്ടേറെ രാജ്യങ്ങളുമായിട്ട് കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സിറിയ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടും കച്ചവടം ഉണ്ടായിരുന്നു. അപ്രകാരം നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഒരുപാട് പ്രിവിലേജുകൾ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകിയ ഒരു പ്രിവിലേജ് ആണ് തരിസാപ്പള്ളി ചേപ്പേട്. അപ്പൊ ഈ തരിസാപ്പള്ളി ചേപ്പേടിനകത്ത് നൽകുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത്, അന്ന് വന്നിട്ടുള്ള സിറിയൻ കച്ചവടക്കാരന് അദ്ദേഹത്തിന് കുടിവെച്ച് നൽകാൻ, പള്ളി വെക്കാനായിട്ട്, ആ പള്ളിക്ക് ചുറ്റും എണ്ണ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ഷൗരം ചെയ്യാൻ, അങ്ങനെ പലതരത്തിലുള്ള കുലത്തൊഴിൽ ചെയ്ത ആളുകളെയും കൂടെയാണ് ഈ പള്ളി ചേപ്പേട് വഴി നൽകുന്നത്. പിൽക്കാലത്ത് ഈ തദ്ദേശീയരൊക്കെ തന്നെ ക്രിസ്ത്യാനികളായിട്ട് മാറുകയാണ്.
അപ്പം ആ സിറിയൻ സഭകളിൽ അല്ലെങ്കിൽ സിറിയൻ പണിക്കുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഉപയോഗിക്കുന്ന ലിറ്റർജി, അവരുടെ ആരാധനാ ഭാഷയാണ് സുറിയാനി, സിറിയക് എന്ന് പറയുന്നത്. അപ്പൊ ആ സിറിയക് ഭാഷ ആരാധനാ ഭാഷ ഉപയോഗിക്കുന്ന തദ്ദേശീയരോ വിദേശീയരോ എന്തായിട്ട് അറിയപ്പെടും? സുറിയാനികളായിട്ട് അറിയപ്പെടും. ഇതാണ് സുറിയാനി ക്രിസ്ത്യാനി. അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഹോമോജിനിയസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ല. അത് നമ്മുടെ കേരളത്തിൽ തന്നെ, അല്ലെങ്കിൽ അന്നത്തെ കേരളത്തിൽ തന്നെ പല തൊഴിലുകൾ ചെയ്തു വന്ന് ക്രൈസ്തവ വിശ്വാസത്തിലൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ട ആളുകളുടെ ഒരു പൊതു ഐഡന്റിറ്റിയാണ് ഈ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പേര്. എന്നാൽ ഈ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? തീരദേശത്ത് വന്ന് ഇവിടുത്തെ മുക്കുവരെയും മറ്റ് പിന്നോക്ക സമുദായങ്ങൾ ആൾക്കാരെ എല്ലാം, അവർക്ക് ജാതിയുടെ പ്രയാസങ്ങളുള്ളൂ. എനിക്ക് ഈ കോളനിവൽക്കരണത്തിന്റെ ഒരുപാട് കെടുതികൾ ഉണ്ടെങ്കിലും അവർക്ക് ജാതിയുടെ കോൺഷ്യസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എല്ലാ മനുഷ്യരും ആ നിലയിൽ മലയാളികളാണ്, അല്ലെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യരാണ്, തദ്ദേശീയരാണ് ആ കൂട്ടത്തിൽ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്ന എന്താ? ഇവിടുത്തെ മുക്കുവന്മാരെയും അല്ലെങ്കിൽ പിന്നോക്കക്കാരെയും ആദിവാസികളെയും എല്ലാം ഇവര് കൺവേർട്ട് ചെയ്യും. ഇതെന്ത് സംഭവിച്ചു? തദ്ദേശീയരായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ജാതി ബോധത്തെ ബാധിച്ചു. അതാണ് നമ്മൾ ഈ കൂനൻ കുറിച്ച് സത്യം എന്നൊക്കെ പറയുന്നതിന്റെ, ഈ ഉദയംപേര് സൊന്നകദോസ് എന്നൊക്കെ പറയുന്നതിന്റെ വളരെ സോഷ്യോളജിക്കലി ഹിസ്റ്റോറിക്കലി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതും ചെന്ന് നിൽക്കുന്നത് ഈ ജാതി വ്യവസ്ഥയുടെ ഉലച്ചിലിനകത്താണ്. അപ്പൊ തദ്ദേശീയ ക്രിസ്ത്യാനികൾ അവര് ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിലും അവരൊരു ജാതി സമൂഹമായിട്ടാണ് നിലനിൽക്കുന്നത്. അത് ചരിത്രകാരന്മാർ പറയുന്നത് നായന്മാരും സുറിയാനി ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇരുകൂട്ടർക്കും കുടുംബമുണ്ട്, ക്രിസ്ത്യാനികളുടെ കുടുംബയിൽ ഒരു കുരിശും കൂടെ കാണും. ഇത്രയും വ്യത്യാസം ജാതി ആചാരങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തിനേറെ പറയുന്നു, 1920 വരെ, ആ സമയത്ത് വരെ നമ്മുടെ പല സുറിയാനി ബിഷപ്പുമാർക്കും പള്ളികൾക്കും അടിമകൾ വരെയുണ്ട്. ഇപ്പൊ ഡോക്ടർ വിനിൽ പോളിനെ പോലെയുള്ള ആളുകളുടെ അടിമത്ത കേരളത്തിന്റെ ആദർശ ചരിത്രം എന്ന് പറയുന്ന പോലെയുള്ള പുസ്തകങ്ങൾ, വിനിലിനെ പോലെയുള്ള ആളുകൾ, ഡോക്ടർ സനൽ മോഹനെ പോലെയുള്ള ആളുകൾ ഇത് വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജാതി സമൂഹമായിട്ടാണ് കേരളത്തില് ക്രൈസ്തവ സമൂഹം വികസിച്ചു വരുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, എന്നാൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ വരുമ്പോഴാണ് അവരൊരു CMS എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ആണ്. CMS ലണ്ടനിൽ 1799 സ്റ്റാർട്ട് ചെയ്യുന്നത് വില്യം വിൽബർഫോഴ്സ് അടക്കമുള്ള ഓക്സ്ഫോർഡ് ചെറുപ്പക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ അത് ഫോം ചെയ്യുന്നത് ഒരു ആന്റി സ്ലേവറി മൂവ്മെന്റ് ആയിട്ടാണ്. അപ്പൊ ഏഷ്യയിലും ആഫ്രിക്കയിലെയും അടിമത്ത വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വരുമ്പോൾ അവരിവിടെ കാണുന്നത് ജാതി അടിമത്തമാണ്. ആ ജാതി അടിമത്തത്തിനെതിരെ മിഷണറിമാർ നടത്തിയ പ്രവർത്തനമാണ് നമ്മുടെ ആധുനിക കേരളത്തിന്റെ ഇന്നത്തെ നമ്മൾ അവകാശപ്പെടുന്ന ഒരു പുരോഗമന ധാരയുടെ ഒരു ഭൂമിക സൃഷ്ടിക്കുന്നത്. സുനിത പറഞ്ഞതിനകത്ത് ഞാൻ ഇച്ചിരി ദീർഘമായിട്ട് പോയെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിരുന്നു, രസമുണ്ട് അത് കേട്ടോണ്ടിരുന്നെ. ഒരു കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് മിഷണറിമാര് CMS LMS ഇവിടെ വന്നിട്ടുള്ള ക്രൈസ്തവ മിഷണറിമാര് ചെയ്യുന്നത് എന്താണ്? അടിമത്ത വിരുദ്ധ വിളംബരത്തിന് അവര് ഇത് നടക്കും. 1831 പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് പാർലമെന്റില് ഈ അടിമത്ത വിളംബരം വരും. അതിനനുസൃതമായി, കാരണം തിരുവിതാംകൂറിൽ ഒരു പ്രശ്നമുണ്ട്, തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരണത്തിന് നേരിട്ടുള്ള കീഴിലല്ല. അതുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയമങ്ങൾ അപ്പാടെ ഇതിവിടെ നടത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നിട്ട് പോലും ഈ തിരുവിതാംകൂറിലെ രാജാക്കന്മാരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ദീർഘമായിട്ട് അടിമത്ത വിളംബരവും വഴി നടക്കാനായിട്ടുള്ള സാഹചര്യം, ഒരുപാട് സിവിൽ റൈറ്റ്സും നേടിയെടുക്കാനായിട്ട് മിഷണർമാർ സ്ഥാപിച്ചു. അതോടൊപ്പം സ്കൂളുകൾ സ്ഥാപിച്ചു, ഇല്ലേ? സ്കൂളുകൾ, കോളേജുകൾ, CMS പോലെയുള്ള കോളേജുകൾ, കേരളത്തിൽ ആദ്യത്തെ കോളേജുകൾ സ്ഥാപിക്കുന്നത് അങ്ങനെയാണ്. 1818 കോളേജുകൾ സ്ഥാപിച്ചു. ഈ കോളേജുകൾ ഇവിടുത്തെ ഞങ്ങളുടെ മതത്തിൽ ചേർന്നവർക്കാണ് അവർ തുറന്നു കൊടുത്തത്. ഇവിടെ ഇന്ന് സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവിധമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധ രാഷ്ട്രീയങ്ങൾ നടത്തുന്ന ആളുകളുടെ തലമുറകൾ പഠിച്ചിട്ടുള്ളത് ഇവിടുത്തെ മിഷണറി സ്കൂളുകളിലല്ലേ, കോളേജുകളിലല്ലേ? അപ്പോൾ അവിടെ എന്തെങ്കിലും ഈ തടസ്സമുണ്ടായോ? അവിടെ മതത്തിൽ ചേർത്തോ? ഞാൻ പിന്നീട് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ കോൺഗ്രസിൽ CB കുഞ്ഞിരാമന്റെ ഉദാഹരണം പറഞ്ഞു. ഇവരെ മതത്തിൽ ചേർത്തോ? മതം എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ചോയ്സാണ്. അതിന് ഒരു തിയോളജിക്കൽ മീനിങ് ആണുള്ളത്. അത് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രവുമല്ല, നിങ്ങളെ ആരെങ്കിലും, എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു അനുഭവത്തിൽ, നിങ്ങളെ ആരെങ്കിലും മതത്തിൽ ഫോഴ്സ്ഫുള്ളി ചേർത്താൽ അതേ ഫോഴ്സിൽ തന്നെ നിങ്ങൾ പുറത്തു പോവുകയും ചെയ്യും. പറഞ്ഞു, നിങ്ങളുടെ ഒരു ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. അപ്പം മതപരിവർത്തനം ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത് തിരിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ മതസ്വീകാരം നടത്തുന്നത് അവരവരുടെ ചോയ്സാണ്. അപ്പോൾ ഇവിടുത്തെ ആദിവാസികളും ദലിതരും പിന്നോക്കലും അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളും കേരളത്തിൽ മതസ്വീകാരം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഏജൻസിയുടെ തെരഞ്ഞെടുപ്പാണ്.
ഇനി അത് ഫോഴ്സ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഏജൻസിയെ റദ്ദാക്കലാണ്. പറഞ്ഞു മനസ്സിലായി? അത് അവരുടെ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതെ. സ്ത്രീകൾ അത് മറ്റുള്ളവരുടെ ഇതിൽ കൊടുക്കും. കാരണം സ്ത്രീകൾക്ക് ഏജൻസി ഇല്ല, അല്ലെങ്കിൽ ദലിതർക്ക് ഏജൻസി ഇല്ല, മറ്റ് മൈനോറിറ്റിക്ക് ഏജൻസി ഇല്ല. അപ്പം ഇത് ആ ഏജൻസിയെ റദ്ദാക്കലിന്റെ വലിയൊരു ഏജൻസിയെ റദ്ദാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ജനോസൈഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഉം. എല്ലാ അർത്ഥത്തിലും. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്വന്തമായി ചിന്തിക്കാൻ ശേഷിയിൽ ഇതും കാസ്റ്റിസത്തിന്റെ ഒരു ഇതാണ്, ഒരു പ്രക്രിയയാണ്. ഞാൻ ഗാന്ധിയെ കൂടുതൽ വിമർശന വിധേയമാക്കത്തില്ല. ഗാന്ധിയും അംബേദ്കറും കൂടെ നടക്കുന്ന ഒരു സംവാദത്തിൽ ഗാന്ധി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ പിന്നോക്കരെയൊക്കെ മതപരിവർത്തനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് പശുക്കളെ മതപരിവർത്തനം ചെയ്യുന്നതാണ്. അത് ഏജൻസിയെ റദ്ദാക്കലാണ്. ഇത് അംബേദ്കർ അതിന് മറുപടി കൊടുക്കുമ്പോൾ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഗാന്ധിയെ വിഡ്ഢിന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം ആളുകളുടെ ഏജൻസിയെ റദ്ദ് ചെയ്താൽ ഏത് തരത്തിലുള്ള പ്രതിലോമ രാഷ്ട്രീയത്തിനും വേരോട്ടം ശക്തമാകും. അതുകൊണ്ട് ഏജൻസിയെ റദ്ദാക്കുന്നതും ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. സുനിത ചോദിച്ച ചോദ്യത്തിനകത്ത് ഈ ക്രിസ്തുമതത്തിനകത്ത് ഈ മിഷണറിമാർ ഈ ജാതി വിരുദ്ധ ഈ മിഷൻ സഭയിൽ ചേരണമെങ്കിൽ ജാതി വിരുദ്ധ പ്രതിജ്ഞ തന്നെ ചൊല്ലണമായിരുന്നു. നിങ്ങൾക്ക് അച്ഛന്മാരോ അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു പദവിയോ വഹിക്കണമെന്നുണ്ടെങ്കിൽ 1847 CMS മിഷണറിമാർ ഒരു ജാതി വിരുദ്ധ പ്രതിജ്ഞ തന്നെ ചൊല്ലിക്കുമായിരുന്നു. എന്നാൽ ഇതിനകത്ത് പ്രവേശിച്ച ആളുകൾ അങ്ങനെ ജാതി പൊസിഷൻ എടുത്തുകൊണ്ടാണ് ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഈ സുറിയാനി സഭയുമായിട്ട് 1836 ഞാൻ ഉദയംപേരൂർ സുന്നഹദോസിന്റെ കാര്യം പറഞ്ഞതുപോലെ 1836 സുറിയാനി സഭയുമായിട്ടുള്ള ബന്ധം തന്നെ മിഷണറിമാർ അവസാനിപ്പിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ആരോടാണ് കൂട്ടുകൂടാത്ത അവർ മതി ഞങ്ങളുടെ സഭയിൽ. അങ്ങനെയാണ് CMS സഭ കേരളത്തിൽ ആരംഭിക്കുന്നത്, LMSഉം എല്ലാം ആരംഭിക്കുന്നത്. എന്നാൽ അതിനകത്ത് കയറി കൂടിയ ആളുകൾ മലയാളികളുടെ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവമാണ്. അത് സഭയിൽ മാത്രമല്ല, ലോകത്തിന്റെ എവിടെ പോയാലും അവർ ജാതിയെ കൂടെ കൊണ്ടുപോകും. അത് ക്രിസ്ത്യാനികളുടെ മാത്രം കാര്യം. നിങ്ങൾ ലണ്ടനിൽ നോക്കൂ, അല്ലെങ്കിൽ മാൻഹാട്ടനിൽ നോക്കൂ, ന്യൂയോർക്കിൽ എവിടെയെല്ലാം നിങ്ങൾ നോക്കൂ, അവർ ജാതിയുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ സഭയിൽ വീണ്ടും ജാതി താല്പര്യങ്ങൾ ഇതിനകത്ത് പ്രവേശിച്ച ആളുകൾ ചെയ്യുന്നതിന്റെ കോൺഫ്ലിക്റ്റുകൾ കേരളത്തിലെ എല്ലാ സഭകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് ക്രൈസ്തവ സഭയ്ക്കകത്ത് നമ്മുടെ ജൂലൈ 25-നാണല്ലോ ഛത്തീസ്ഗഡിൽ ഈ സംഭവം നടന്നത്. ആ ജൂലൈ 25-ന് കത്തോലിക്ക സഭയുടെ കുംഭകോണം ഡയോസിസിൽ ട്രിച്ചിയിൽ വലിയൊരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുക അവിടുത്തെ സഭയ്ക്കെതിരെ. കാരണം ട്രിച്ചി സഭയിലെ ദലിതരായിട്ടുള്ള ആളുകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡയോസിസിനെതിരെ, കുംഭകോണം ഡയോസിസിനെതിരെ അവിടുത്തെ ബിഷപ്പിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുക. അത് ഇന്ത്യയിലെ എല്ലാ സഭകളിലും ഉണ്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ്. അത് ജാതിയുടെ മാത്രമല്ല, സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം, അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റീസിനെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അന്തരത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങളിൽ എല്ലാം തന്നെ സഭയ്ക്കകത്ത് ആഭ്യന്തരമായ സംഘർഷങ്ങളും സംവാദങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അത് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ഒരു ക്രോസ് സെക്ഷനെ നമ്മുടെ സഭയിലും കാണാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ മതം മാറിയ ദളിതരെയും ഹരിജരെയും ഒക്കെ രണ്ടാം കടയായിട്ടല്ലേ സഭയ്ക്കകത്ത് ഇപ്പോഴും കാണുന്നത്? ഇപ്പൊ ഈ ട്രിച്ചിയിലെ മാത്രം സംഭവമാണോ അത്? അത് ട്രിച്ചിയിലെ മാത്രം സംഭവമല്ല, അത് വളരെ ശരിയാണ് ആ ഒരു സംഗതി. എന്നാൽ ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലുള്ള തമിഴ്നാട്, കർണാടക പോലെയുള്ള സംഗതി, ഇപ്പൊ പ്രത്യേകിച്ച് 2 സെമിത്തേരികൾ ഒരു തന്നെ. കാര്യത്തില് എനിക്കത് ഭയങ്കര ഞാനത് ആലോചിക്കുകയായിരുന്നു. ഇപ്പോ ഒരു മതം ഇല്ലാത്തവരാണ്, മതാരോഹണമാണ് നടത്തുന്നത്. ദളിതർക്കും ഹരിജൻസിനും ഒന്നും ഇവിടെ മതം ഇല്ലായിരുന്നു, അവരങ്ങനെ ക്രിസ്ത്യൻ സഭകളിൽ വരുന്നു, ക്രിസ്ത്യാനികളാവുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ ഏത് ക്രിസ്ത്യാനികളായാലും മുസ്ലിം ആയാലും ഏതായാലും എവിടെയായാലും അവർ അടിസ്ഥാനപരമായി നമ്മൾ അവരെ ദളിതരായി തന്നെയല്ലേ കാണുന്നത്? അല്ല, അതിനകത്ത് അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് അങ്ങനെ പ്രവേശിച്ചിട്ടുള്ള മിഷണറിമാരുടെ സഭകളിലാണ് ഇവർ ചേരുന്നത്, അതല്ലാതെ ഇവിടുത്തെ മേൽജാതിക്കാരുടെ സഭയിലല്ല ചെന്ന് ചേരുന്നത്. അപ്പൊ മിഷണറിമാരുടെ സഭയിൽ നമ്പൂരി ഒന്നും ആകാൻ പറ്റാത്ത പോലെ അല്ലെ, ഹിന്ദു മതത്തിലേക്ക് ചേരുമ്പോ നമ്പൂരി കാരണം നമ്മുടെ സുപ്രീം കോടതി തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള അഫിഡവിറ്റുകളിലൊക്കെ അവർ പറയുന്ന ഒരു പ്രയോഗമാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും ഇഗാലിറ്റേറിയൻ ആണ്, അതിനകത്ത് ജാതി വ്യവസ്ഥ ഇല്ലെന്നുള്ള ചില സംഗതികൾ അവരതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മതസ്വീകാരം നടത്തി വരുന്ന ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, അതാണ് നമ്മുടെ സുനിതയുടെ ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുത്തെ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ക്രൈസ്തവരും ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. അത് വളരെ വികസിച്ചു വരും, ആ ചർച്ചയിലോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച ജാതി വ്യവസ്ഥയാണ്.
ഈ ജാതി വ്യവസ്ഥയുടെ ലോജിക്കിലാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നിൽക്കുന്നത്, ഇന്ത്യയിലെ സഭകൾ നിലനിൽക്കുന്നത്. അതിനെ ജാതി വിമുക്തമാക്കാനായിട്ടുള്ള പോരാട്ടങ്ങൾ എല്ലാ സഭയ്ക്കകത്തുള്ള പുരോഗമനകാരികളും അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നോക്ക ദളിത് ആദിവാസി പ്രസ്ഥാനങ്ങളും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരുപാട് മാറ്റങ്ങളും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട് പോലെയുള്ള പ്രദേശങ്ങളിൽ 2 സെമിത്തേരികൾ തന്നെ ഉണ്ട്. ഒരേ സഭയിൽ പോകുന്നവർക്ക് 2 സെമിത്തേരികളുണ്ട്. കേരളത്തിൽ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഉയർന്ന ജാതിക്കാരും പിന്നോക്ക ജാതിക്കാർക്കും ഉള്ള 2 പള്ളികൾ പോലും നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിലുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യവസ്ഥ തിരുവല്ല തിരുവല്ലയിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, എല്ലാ പട്ടണങ്ങളിലും മീറ്ററുകൾ വ്യത്യാസത്തിൽ ഇത് ആചരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്രിസ്തുവിൽ എല്ലാവരും യവനനെന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല എന്ന് പറയുകയും ഇത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഒരു ക്രൈസ്തവ സഭയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത് ഈ പറയുന്ന ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാമുദായിക സംഘടനയായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. കുരിശു വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടെ പള്ളിയാവും ഇല്ല. അപ്പോൾ വളരെ എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തില് ഈ ഹിന്ദുത്വ ദേശീയതയ്ക്ക് അനുകൂലമായിട്ട് കൊടി പിടിക്കുന്നവർക്കെല്ലാം ഈ ഒരു അനാചാരത്തിന്റെ, ജാതി വ്യവസ്ഥയുടെ, സ്ത്രീ വിരുദ്ധതയുടെ ഒരു മൂല്യങ്ങളാണ് ഉള്ളത്. നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. എന്തുകൊണ്ടാണ് കേരളത്തിലെ കുറെ അധികം ക്രിസ്ത്യാനികളും അച്ഛന്മാരും സഭയും ഒക്കെ സംഘപരിവാറിനോടും BJP-യോടും അടുക്കുന്നതിന്റെ കാരണം എന്താണ്? എനിക്ക് തോന്നുന്നത് കുറെ അധികം എന്നുള്ളതിന്റെ മുന്നിൽ നമ്മുടെ ഡേറ്റ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വളരെ ഒരു ന്യൂനപക്ഷം ഒരു പക്ഷേ അതൊരു പൊളിറ്റിക്കൽ സ്കീം ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പക്ഷെ ഇവരുടെ ഒരു 50 പേരുടെ പോലും റാലി കേരളത്തിൽ കണ്ടിട്ടില്ല എന്തെങ്കിലും തരത്തിലൊരു അവകാശത്തിന് വേണ്ടി. ഇതൊരു പൊളിറ്റിക്കൽ സ്കീമാണ് അപ്പം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ 2 കാരണങ്ങൾ അതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കേരളം വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ സാധാരണ ഗതിയിൽ ഇവരെ ക്രിസംഗികൾ എന്നൊക്കെ വിളിച്ച്, ഇപ്പൊ കാസ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ക്രിസംഗികൾ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ച് നമ്മൾ ഒഴിവാക്കുകയാണ്. എന്നാൽ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ സ്കീമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കാസ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിങ്ങൾക്കറിയാം 1947 ഇന്ത്യയിൽ രൂപീകരിച്ച ഒരു എക്യുമെനിക്കൽ ബോഡിയാണ്. അതിന്റെ പേര് ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ്. അതായത് സഭകളെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് കലാമിറ്റികൾ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും തരം സൈക്ലോണുകൾ ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഹീറ്റ് വേവ്സിന്റെ സമയത്ത് സഭകൾക്ക് സാമൂഹ്യ പ്രവർത്തനം നടത്താനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു ഏജൻസിയുടെ പേരാണ് ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ. വാസ്തവത്തിൽ അതിന്റെ പേരാണ് ഇന്ത്യയിൽ, കേരളത്തിൽ പോലും. ഇപ്പൊ നമ്മുടെ സുനാമി നടന്നപ്പോൾ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള ഓച്ചിറ അല്ലെങ്കിൽ കായംകുളം ഭാഗത്ത് ഏറ്റവും അധികം ഭാഗങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും നോക്കിയാൽ മതി, അവിടെ വീടുകൾ വെച്ചു കൊടുക്കുകയും, മതത്തിന്റെ പേരിലല്ല, വീടുകൾ വെച്ചു കൊടുക്കുകയും വള്ളവും വലയും മേടിച്ചു കൊടുക്കുകയും ചെയ്തത് ഈ കാസ എന്ന് പറയുന്ന ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ ആണ്. അവർ വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ കാസ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇനി കാസ എന്ന് പറയുന്നതിന്റെ തിയോളജിക്കൽ മീനിങ്, കാസയും പിലാസയും ജനങ്ങളുടെ, സാധാരണപ്പെട്ടവരുടെ നീതിക്കും നിഷേധത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി തന്റെ രക്തവും മാംസവും ബലിയർപ്പിച്ച യേശുക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായിട്ട് പള്ളികളിൽ അതിന്റെ അപ്പവും വീഞ്ഞും നൽകുന്ന കാസയും പീലാസയും അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ നൽകുന്ന, അവരിന് വേണ്ടി ജീവൻ നൽകുന്ന, സാക്രിഫൈസ് ചെയ്യുന്ന ഒരു അർത്ഥത്തെ, ഒരു പദത്തെ, അതിന്റെ ഒരു അർത്ഥം ഇന്നെന്താ കേരളത്തിന്റെ അതിന്റെ അർത്ഥം എന്താ? സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെതാണോ? അവരിന് വേണ്ടി ജീവനെ ബലിയൊഴിക്കുന്നതാണോ? അത് ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ, സ്ത്രീ വിരുദ്ധതയെ, അല്ലെങ്കിൽ സകലമാന അനാചാരങ്ങളെയും മടക്കി കൊണ്ടുവരുന്ന ദേശീയ ഹിന്ദുത്വയുടെ അജണ്ടകൾക്ക് ഓശാന പാടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാസ എന്ന് പറയുന്ന, ഞാൻ അതിനാണ് ഈ കാസയുടെ മറ്റൊരു തലം പറഞ്ഞത്. അത് വ്യാപിക്കുന്നത് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഒരു ഇസ്ലാമോഫോബിയ പടർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന, അവിടെയാണ് നമ്മൾ ഇസ്ലാമോഫോബിയ എന്തുകൊണ്ട് കേരളം ഈ ആരാ ഈ ഇസ്ലാമോഫോബിയ പടർത്തുന്നത്? മെത്രാച്ചന്മാരും, ചില നമ്മൾ പേരുകൾ നമുക്കറിയാമല്ലോ, മെത്രാച്ചന്മാരും എല്ലാം. വാസ്തവത്തിൽ ഇസ്ലാമോഫോബിയ പടർത്തുന്നതിന് എന്റെ ഒരു നിരീക്ഷണം, അത് ഒരു ഡിബേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഈ കാസ്റ്റിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എൻഡോഗമിയാണ്. എൻഡോഗമി എന്ന് പറയുന്നത് സെയിം കാസ്റ്റ് മാരേജ് ആണ് എൻഡോഗമി. അംബേദ്കർ ഒക്കെ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ള സംഗതിയാണ്.
എൻഡോഗമി പ്രവർത്തിക്കുന്നത്, അതൊരു സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത് സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഇസ്ലാമോഫോബിയ ഭയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഈ പ്രീമാരിറ്റൽ കോഴ്സിലും അല്ലെങ്കിൽ പള്ളികളുടെ ആഭ്യന്തരമായ മീറ്റിങ്ങിലൊക്കെ ചെന്നാൽ ഏറ്റവും കൂടുതൽ ശാസിക്കപ്പെടുന്നതും വരുതിയിൽ നിർത്താനായിട്ട് ശ്രമിക്കുന്ന സ്ത്രീകളാണ്. കാരണം ജാതി കൂടുതൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരെയാണ് ഭയപ്പെടുത്തുന്നത്. കാരണം ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിനകത്ത് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുകയും അവരുടെ ദേശവും സഭകളും അവരുടെ രാജ്യവും വിട്ട് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി, അക്കാഡമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റ് തൊഴിൽപരമായിട്ടെല്ലാം പോകുമ്പോൾ അവരിലൂടെ കലർപ്പ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലേ? അതായത് ലൈംഗികതയെ കലർപ്പില്ലാതെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ശുദ്ധരക്തവാദം കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ, മതത്തിന് പുറത്ത് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, അത് നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥാപിത മതങ്ങളെല്ലാം ചെയ്യുന്ന, ക്രൈസ്തവ മതം മാത്രമല്ല. അപ്പോൾ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെ കലർപ്പില്ലാതാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ, അത് സമുദായത്തിനകത്ത് തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഭീഷണി, നിങ്ങളെ മറ്റൊരു പിടിച്ചോണ്ട് പോകും, IS ഭീകരർ പിടിച്ചോണ്ട് പോകും, അല്ലെ മറ്റൊരു പിടിച്ചോണ്ട് പോകും എന്നുള്ള ഭീതിയെന്ന് പണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ. അയ്യങ്കാളിപ്പേടിയൊക്കെ ഇല്ലായിരുന്നു? അയ്യങ്കാളിപ്പേടിയുണ്ട്, പുലപ്പേടി, മണ്ണാപ്പേടി, എന്തെല്ലാം പേടികളിലൂടെയാണ് നമ്മുടെ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തെ, പൊതുസമൂഹത്തെ വാർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമോഫോബിയ അതുപോലത്തെ ഒരു പേടിയാണ്. കാരണം നമ്മുടെ കോടതികൾ പോലും തെളിവടക്കം ലവ് ജിഹാദ് എന്നൊരു സംഗതി ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മളുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല അച്ഛന്മാരും എല്ലാ ഞായറാഴ്ചയും വന്ന് പ്രസംഗിക്കുകയാണ്, ഇതുണ്ട്, നമ്മുടെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്നു, നിങ്ങൾ നേരത്തെ കെട്ടിച്ചു വിടുന്ന് പറയാണല്ലോ. ഇതിന്റെ വിമർശനം ചെയ്യുന്ന ആളുകളും നമ്മളിതിനെ വിമർശിക്കുന്ന പുരോഗമനചേരിപ്പെട്ട ആളുകളും എന്താണ് ഇവർ ഈ ലവ് ജിഹാദിന്റെ പ്രൊപ്പഗണ്ട നടത്തുന്നത് നമ്മൾ പരിശോധിക്കുന്നില്ല. അതാണ് ഞാൻ അതിനകത്ത് വന്നത്. കാരണം ഈ സുനിത ആദ്യം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ ക്രൈസ്തവ സഭകൾക്കകത്ത് ഒരു ജാതി വ്യവസ്ഥയെ രൂപീകരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു എന്താ പറയുന്നത്, കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യാനികളോ അല്ല പകലോമറ്റത്ത് നിന്ന് ബ്രാഹ്മണർ കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനികളുടെ ഒരു ലെഗസിയെ ചില വിഡ്ഢികള് ഈ സഭയ്ക്കകത്തും കൊണ്ടുവരുന്നുണ്ട്. അത് ക്രൈസ്തവ വിരുദ്ധമാണ്. അത് എല്ലാ പുരോഗമന അഭിവാഞ്ചകൾക്കും എതിരാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കലർപ്പുണ്ടാകരുത്. പറഞ്ഞു മനസ്സിലായില്ലേ? കുടുംബത്തിൽ എന്താണ് ഈ ഡയസ്പൊറ ഡയോസസുകൾ? സുനിത എനിക്ക് തോന്നുന്നു കാനഡയിലോ അമേരിക്കയിലോ ഒക്കെ ഉള്ള നമ്മുടെ ആളുകൾ നോക്കി, അവിടെയും ഈ സഭകൾ പോയി ഡയോസസുകൾ വെച്ചിട്ടുണ്ട്. എന്നോട് അവിടെയും പിന്തുടർന്ന് ചെല്ലുക. പറഞ്ഞു മനസ്സിലായില്ലേ? അവിടെ പോയി മറ്റ് വിഭാഗങ്ങളും സംസ്കാരങ്ങളുമായിട്ടും ഇടകലരാതെ അതിനുവേണ്ടി നമ്മൾ എന്ത് കൊണ്ടുവരും? പാരമ്പര്യവാദങ്ങൾ കഴിഞ്ഞ ദിവസേ അമേരിക്കയിലെ ഒരു ക്രിസ്ത്യാനികൾ ഇറക്കിയ ഒരു പോസ്റ്റർ കാണുമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അതിൽ അവര് തന്നെ, ഇപ്പൊ അമേരിക്കയും കാനഡയൊക്കെ ആകുമ്പോൾ കൾച്ചർ ഡിഫറെന്റ് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഏതെങ്കിലും പെൺകുട്ടികൾ പാർട്ട്ണറെ കണ്ടെത്തുന്ന കരുതിയിട്ട് ഇവര് തന്നെ പാരന്റ്സ് തന്നെ ഇത്തരം സംഗതികൾ സംഘടിപ്പിച്ചിട്ട് പിന്നെ ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാരെയും പെൺകുട്ടികളെയും തമ്മിൽ പരിചയപ്പെടുത്തി അവർക്ക് ഡേറ്റിങ്ങിനുള്ള അവസരം കൊടുക്കുന്ന ശരിക്കും ഒരു കാർഡ്, ഈ പറഞ്ഞ അതേ സാധനം. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, അത് ക്രൈസ്തവതയുടെ നിങ്ങൾ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പ്രഘോഷിക്കാനാണ് പറഞ്ഞത്. നമ്മൾ മലയാളികൾ അത് കേട്ടത്, മലയാളി ക്രൈസ്തവർ കേട്ടത് ഭൂമിയുടെ അറ്റത്തോളം പോയി ജാതി പ്രചരിപ്പിക്കാനാണ്. പറഞ്ഞു മനസ്സിലായി? അതാണ് അതിന്റെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ ദർശനത്തിൽ വിഭാഗീയതകളില്ല. ഇപ്പൊ ഞാൻ എന്റെ വിശ്വാസം, എന്റെ സ്വകാര്യമായിട്ടുള്ള ഞാൻ ജാതിക്കെതിരെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വിഭജനങ്ങൾക്കെതിരെയും നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന എന്റെ ക്രൈസ്തവ വിശ്വാസമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് ഞാൻ ഒരാളോട് പറയുവാണ്, നീ ഇത് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്റെ വിശ്വാസം കുറെ പ്രാർത്ഥനയും ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പെർസ്പെക്റ്റീവ് ഉണ്ടാവണം നിർബന്ധമില്ല. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ വിഭാഗികൾക്കെതിരെയും എല്ലാ സൃഷ്ടികൾക്കും തുറവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അത് അതിനകത്തോട്ട് ആളുകളെ ക്രിസ്ത്യാനികളും പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അവരെ പൂർവികര് ബ്രാഹ്മണരാണ്, ഞങ്ങൾ ഇങ്ങനെ വന്നതാണ്, ഇപ്പോഴും നമ്പൂരിമാരാണെന്ന് കരുതി ജീവിക്കുന്നില്ലേ? അവരുടെ നിറം അതുകൊണ്ടാണ് ഇത്ര നന്നായിരിക്കുന്നത്. 40 വർഷം പിന്നോട്ട്, ഒരു 40 വർഷമൊക്കെ പിന്നോട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വള്ളം ഊന്നി നടക്കുന്ന മനുഷ്യരൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതൊക്കെയുണ്ട്. ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ക്രൈസ്തവ സമൂഹത്തിന് ഇന്ന് കേരളത്തിലുണ്ടായ ഒരു മുന്നേറ്റത്തിന് കാരണം അവിടുത്തെ സ്ത്രീകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ള സ്ത്രീകൾ തൊഴിൽ തേടി അവർ പ്രവാസികളായി പോയത് കൊണ്ട് കൂടെയാണ് സംഭവിച്ചത്. പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനെ പലതരത്തിലുള്ള, അത് ഒന്നോട് കച്ചവടമുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്, ഓരോരോ പ്രദേശത്തെ ആശ്രയിച്ച് അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ ജാതി വ്യവസ്ഥ, ഞാനിത് ഈ ഹിന്ദുത്വ ദേശീയതയുമായിട്ട് എങ്ങനെ ക്രിസംഗിവൽക്കരണം നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ ഈ ഒരു ജാതി സമവാക്യങ്ങളാണ് പ്രധാനം.
പറഞ്ഞു മനസ്സിലായി. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, 70% വരുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ അനുദിന ആക്രമണങ്ങളിൽ സഭയ്ക്ക് മൗനമാണ്. ഉം. സഭയ്ക്ക് മൗനമാണ്. കാരണം ആദിവാസികളും ദളിതരും പിന്നോക്കരുമാണ് ആക്രമിക്കപ്പെടുന്നത്. എന്നാൽ ഹൈറാർക്കിയെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ അവർക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സഭ റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാ? സഭ ക്രിസ്തു സഭയാണെങ്കിൽ റെപ്രസെന്റ് ചെയ്തത് ക്രൈസ്തവ വിശ്വാസികളെ മാത്രമല്ല, എല്ലാ വിഭാഗം മതത്തിനും ജാതിക്കും അതീതമായി ഏതൊരു ആന്റി സോഷ്യൽ എലിമെന്റും തിന്മയോ ഉണ്ടായാൽ അതിനകത്ത് പ്രസ്താവന പുറപ്പെടുവിക്കേണ്ടതാണ് സഭ. നിങ്ങൾ അങ്ങനെ സഭ പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഒരു നല്ല ഉണ്ടോ? മതസ്പർദ്ധ ഇല്ല. ഉണ്ടാക്കുന്ന തരത്തിൽ ലവ് ജിഹാദും ഇസ്ലാമോഫോബിയും നല്ലതായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ക്രൈസ്തവ സഭ അങ്ങനെ ആരെങ്കിലും നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്രൈസ്തവ സഭയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. മറിച്ച് അതിനെ സാമുദായിക സംഘടനയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം NSSന് അപ്രകാരം നിലപാടെടുക്കാം അല്ലേ? അവരൊരു നായർ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ SNDPക്ക് എടുക്കാം, ഒരു പ്രത്യേക സമുദായത്തെ. അല്ലെങ്കിൽ KPMSന് എടുക്കാം, അവർ അതത് സമുദായങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു പറയുന്നു. എന്നാൽ ക്രൈസ്തവ സഭ ഏതെങ്കിലും മെത്രാന്മാർ അങ്ങനെ ഒരു പൊസിഷൻ എടുത്താൽ അത് ക്രൈസ്തവ സഭയുടെ പൊസിഷൻ അല്ല. അത് ആ മെത്രാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഏതെങ്കിലും കമ്മ്യൂണിറ്റിയുടെ പൊസിഷൻ ആയിരിക്കും. അങ്ങനെ കമ്മ്യൂണൽ പൊസിഷൻ എടുക്കുന്ന മെത്രാന്മാരുടെ എണ്ണം അപകടകരമാം വിധം കേരളത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം. അതിനകത്ത് ചില വൈദികരും ആത്മായരും അവരുടെ സങ്കുച താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതിനെ ക്രൈസ്തവികമായിട്ടോ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരുടെ നിലപാടായിട്ടോ നമ്മൾ വ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല.